നമസ്കാരം, ഇത് ഫിൽമി ബീച്ച് മലയാളം. സിനിമാ സംവിധായകൻ രഞ്ജിത്ത് ദീദി ദാമോദരൻ പോര് അവസാനിക്കുന്നില്ല. ദീദിയുടെ ഭർത്താവും മാതൃഭൂമിയിൽ എഡിറ്ററുമായ പ്രേംചന്ദ് എഴുതിയ ലേഖനത്തിൽ മലയാള സിനിമയിലെ സ്ത്രീവിരുദ്ധ ഡയലോഗുകൾക്ക് ഉദാഹരണമായി രഞ്ജിത്തിന്റെ സ്പിരിറ്റ് എന്ന ചിത്രത്തിലെ ഡയലോഗ് ഉദാഹരിച്ചിരുന്നു. ഇതിനെതിരെ രഞ്ജിത്ത് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. തന്റെ സിനിമയിലെ ഡയലോഗുകൾ തിരുത്താൻ തയ്യാറാണ്. പക്ഷേ പ്രേംചന്ദിന്റെ ഭാര്യാപിതാവായ ടി ദാമോദരന്റെ സിനിമയിലെ ഡയലോഗുകൾ എങ്ങനെ തിരുത്തും എന്നതായിരുന്നു രഞ്ജിത്തിന്റെ ചോദ്യം. ഉള്ളിലുള്ള സ്ത്രീവിരുദ്ധതയും മാടമ്പിത്തരവുമാണ് രഞ്ജിത്തിന്റെ വാക്കുകളിലൂടെ പുറത്തുവന്നതെന്ന് സോഷ്യൽ മീഡിയയും കുറ്റപ്പെടുത്തി. രഞ്ജിത്തിന് ദീദി ദാമോദരൻ നൽകിയ മറുപടിയും ശ്രദ്ധേയമാവുകയാണ്. കുടുംബചിത്രങ്ങൾ എന്ന് നമ്മൾ അവകാശപ്പെടുന്ന സത്യൻ അന്തിക്കാട് ചിത്രങ്ങളിൽ പോലും സ്ത്രീവിരുദ്ധതയുണ്ട്. സ്ത്രീകൾക്ക് സ്വത്ത് അവകാശമില്ല, വീട്ടിലേക്ക് തിരിച്ചു വരാൻ പാടില്ല എന്നെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കഥകൾ നമ്മൾ കണ്ടിട്ടുള്ളത് സത്യൻ അന്തിക്കാട് ചിത്രങ്ങളിലാണ്. സിനിമകളിലെ സ്ത്രീവിരുദ്ധത നിറയാൻ കാരണം പുരുഷാധിപത്യ വ്യവസ്ഥിതിയാണ്. അതുകൊണ്ടാണ് രഞ്ജിത്തെടുത്ത സിനിമകളെക്കുറിച്ചോ എഴുതിയ ഡയലോഗുകളെക്കുറിച്ചോ വ്യക്തിപരമായി ഒന്നും പറയാത്തത് എന്നും ദീദി പറയുന്നു. ഇത് രഞ്ജിത്തിന്റെയോ ഇപ്പോൾ അറസ്റ്റിലായ പൾസർ സുനിയുടെയോ കുഴപ്പമല്ല. ഈ വ്യവസ്ഥിതിയിൽ ആളുകൾ ഇങ്ങനെയേ ചിന്തിക്കൂ, പ്രവർത്തിക്കൂ. പ്രേംചന്ദിനെ വിമർശിച്ച് രഞ്ജിത്ത് എഴുതിയതിന് മറുപടി അർഹിക്കുന്നില്ലെന്ന് ദീദി എഴുതുന്നു. ഭാര്യാപിതാവിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കലല്ല പ്രേംചന്ദിന്റെ പണിയെന്നും ദീദി പറയുന്നു. തനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛൻ എഴുതുന്ന ഡയലോഗുകളിലെ മുഴുവൻ സ്ത്രീവിരുദ്ധതയും നേരിട്ട് പറഞ്ഞു തിരുത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പിന്നെ ജീവിതം കൊണ്ട് തന്നെ ഒരു ഫെമിനിസ്റ്റ് ആക്കിയതിൽ വലിയ പങ്ക് വഹിച്ചയാളാണ് ദാമോദരൻ മാഷ്. സ്ത്രീവിരുദ്ധ ഡയലോഗുകൾ ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും മലയാളത്തിൽ ഏറ്റവും ഉയർന്ന തോതിൽ സ്ത്രീവിരുദ്ധത കാട്ടിയ 3 എണ്ണത്തിന് ഒപ്പം വരില്ല. മലയാളത്തിലെ മികച്ച ഫെമിനിസ്റ്റ് ചിത്രമായ ഇന്നല്ലെങ്കിൽ നാളെ എന്ന ചിത്രമെടുത്തതും ദാമോദരൻ മാഷാണെന്ന് ദീദി ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹം എഴുതിയ സ്ത്രീവിരുദ്ധ ഡയലോഗുകൾ ഇന്നല്ലെങ്കിൽ നാളെ എന്ന ചിത്രത്തിന് മുൻപിൽ റദ്ദ് ചെയ്യപ്പെടുമെന്നാണ് വ്യക്തിപരമായി താൻ വിചാരിക്കുന്നതെന്നും ദീദി പറയുന്നു. മീശ വിരിക്കുന്ന ആണിന്റെ പ്രശ്നം എന്താണെന്ന് ഇവിടെ കൂണുപോലെ മുളച്ചു വരുന്ന ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ തെളിവ് നൽകുന്നുണ്ട്. അപ്പോൾ പിന്നെ ആണത്തം കാണിക്കാൻ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞേ പറ്റൂ. മീശവിരി സിനിമകൾ തുടങ്ങുന്നത് 90കളിലാണ്. അപ്പോൾ തന്നെയാണ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ തുടങ്ങുന്നതും. ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം തള്ളിക്കളയാനാകില്ലെന്നും ദീദി ദാമോദരൻ പറയുന്നു. ദീദി ദാമോദരന്റെ പ്രസ്താവനയെ അനുകൂലിച്ച് ഏറെപ്പേർ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ വിമർശനങ്ങളാണ് കൂടുതലും. മീശ പിരിക്കുന്നത് ആണത്തം കാണിക്കാനാണെന്ന ദീദിയുടെ പ്രസ്താവനയാണ് ചിലരെ ചൊടിപ്പിച്ചത്. രഞ്ജിത്ത് നടത്തിയ സ്ത്രീവിരുദ്ധ പരിഹാസ്യ പ്രകടനത്തെ ഇങ്ങനെയേ നേരിടാൻ കഴിഞ്ഞുള്ളൂ എന്നത് ഖേദകരമാണെന്നും സോഷ്യൽ മീഡിയ പ്രതികരിക്കുന്നു. ഈ വാർത്തയോടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായവും രേഖപ്പെടുത്താം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.